ഷോ സൂപ്പർ ഹിറ്റുകളുടെ കഥ. യെസ്, അപ്പം നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മമ്മൂക്കയുടെയും പൃഥ്വിരാജിന്റെ ഒക്കെ സൂപ്പർ ഹിറ്റ് സിനിമയുടെ വിശേഷങ്ങളായിരുന്നു. സോ അതിന് നമ്മുടെ പ്രേക്ഷകർ തന്നിട്ടുള്ള ആ ഒരു പിന്തുണ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ലാലേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. ലാലേട്ടന്റെ മാസും ഇമോഷണൽ രംഗങ്ങളും ആ ഒരു സ്ക്രീൻ പ്രസൻസും ഒക്കെ കൂടി നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഷിക്കാർ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത്. നാം കാണുന്നു കാട്ടുവള്ളിക്കപ്പുറത്ത്, വൻമരങ്ങൾക്കപ്പുറത്ത് അവന്റെ നിഴലനക്കം നാം കാണുന്നു. അവൻ എത്തിക്കഴിഞ്ഞു. ഹരി ഓം, ഹരി ഓം. ഈശ്വര, ഷിക്കാർ തിയേറ്ററുകളിൽ എത്തിയതിന്റെ 10ാം വാർഷികത്തിൽ സിനിമയുടെ വിജയവിശേഷങ്ങളും സിനിമയുടെ പിന്നിലെ ലൊക്കേഷൻ അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ എം പത്മകുമാർ. അമ്മക്കിളിക്കോട് എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തെത്തിയ എം പത്മകുമാർ വർഗം, വാസ്തവം എന്നീ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂക്ക നായകനായ പരുന്ത് എന്ന ചിത്രത്തിന് ശേഷമാണ് തന്റെ ആദ്യ ലാലേട്ടൻ ചിത്രമായിട്ടുള്ള ഷിക്കാറിലേക്ക് കടക്കുന്നത്. ഷിക്കാർ എന്ന മൂവിയുടെ പിറവിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ എം പത്മകുമാർ. 2008 മമ്മൂക്ക നായകനായി ഞാൻ പരുന്ത് എന്ന സിനിമ സംവിധാനം ചെയ്തു. ആ സിനിമ മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് എന്നാണ് ഞാനും മമ്മൂക്കയടക്കമുള്ള ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ ആ സിനിമ നമ്മൾ വിചാരിച്ച മാതിരി ഒരു വലിയ സാമ്പത്തിക വിജയമായിരുന്നില്ല. ആ സിനിമ കഴിഞ്ഞിട്ട് ആ സിനിമ നമ്മൾ പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലെത്താതെ പോയതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. അത് കഴിഞ്ഞ് മമ്മൂക്ക ഒരു ദിവസം എന്നെ വിളിപ്പിച്ചു മായാ ബസാർ എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക്. അവിടെ വെച്ച് മമ്മൂക്ക പറഞ്ഞു, നമ്മളൊരു നല്ല സിനിമ ചെയ്തു, അത് ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ആളുകൾ സ്വീകരിച്ചില്ല, അതിനെ ചൊല്ലി നമ്മളെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അടുത്ത് പിടിക്കാം, നീ ധൈര്യമായിട്ടിരുന്നു, നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് കൊണ്ടുപോകാം, നമുക്കൊരടുത്ത സിനിമ ചെയ്യാം വൈകാതെ തന്നെ എന്ന് പറഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷവും സമാധാനവും തോന്നി. കാര്യം അങ്ങനെ ഒരു അവസരത്തിൽ, ഒരു സിനിമ മോശമായി നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരു സംവിധായകൻ്റെ, അതും എന്നെപ്പോലെ ഒരു 2-3 സിനിമ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മഹാനടൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ കിട്ടുന്ന ഒരു പ്രോത്സാഹനം, ഒരു സമാശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ, എൻ്റെ ആ സമയത്തെ എൻ്റെ മാനസികാവസ്ഥയിലുണ്ടാക്കിയ ഒരു എന്താ പറയുക, എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വലിയ നേട്ടം തന്നെയായിരുന്നു. ഇത് സ്ഥിരം പരിപാടിയാ. ഇത്തവണ എന്നാ പറ്റി താമസിക്കാൻ? പുതിയ സംബന്ധക്കാര് ക്ലിപ്പിട്ടോ? പിള്ളേ ക്ലിപ്പിടണമെങ്കിൽ കർത്താവ് ഒരു മാലാഖെ നൂലേല് ഭൂമിയിലോട്ട് അയക്കണം, മനസ്സിലായടാ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോകുന്നത് തിരക്കഥ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ. അത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ നല്ല വെൽവിഷറും എൻ്റെ ഗുരുനാഥനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും എല്ലാമായ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തിരക്കഥ എന്ന സിനിമയിൽ രഞ്ജിയുടെ കൂടെ കുറച്ച് കാലം വർക്കെല്ലാം സഹായിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് ഡബ്ബിങ് നടക്കുന്ന ഒരു ദിവസമാണ് എന്നെ ടെഡ്കോ രാജഗോപാൽ എന്ന പ്രൊഡ്യൂസർക്ക് വേണ്ടി വിനോദ് ഗുരുവായൂർ വിളിക്കുന്നത്. വിനോദ് വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, ആ സമയത്ത് ഞാൻ വേറെ ഒരു സിനിമ, അടുത്ത സിനിമ എന്താണെന്ന് ആലോചിച്ചിട്ടില്ല, മമ്മൂക്ക വെച്ചൊരു സിനിമ ചെയ്യണം, ഒരു നല്ല സബ്ജക്റ്റ് കണ്ടുപിടിക്കണം, പരുന്തിൻ കൊണ്ടുണ്ടായ ഒരു ക്ഷീണം, എനിക്കും മമ്മൂക്കയ്ക്കും ഉണ്ടായ ഒരു ക്ഷീണം ആ സിനിമയിലൂടെ തിരുത്തണം, മാറ്റിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അടുത്ത സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായി വിനോദ് ഗുരുവായൂർ വിളിക്കുന്നത്. വിനോദ് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത്, ടെഡ്കോ രാജഗോപാൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്, ദുബായിലാണ്, അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യണം, അതും ലാലേട്ടനെ വെച്ചിട്ട് വേണം സിനിമ ചെയ്യാൻ.
ഒരു സബ്ജക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ലാലേട്ടനോട് സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഡയറക്ടർ ആര് വേണമെന്നൊരു ആലോചനയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ 2-3 പേരുകൾ ഞങ്ങൾ ലാലേട്ടനോട് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് പപ്പനെ വെച്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ചെയ്യാൻ തയ്യാറാണോ, സമ്മതമാണോ എന്ന് ചോദിച്ചു. തീർച്ചയായും. ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ വളരെ അടുത്തറിയാവുന്ന ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് മലയാളത്തിലെ ഏതൊരു യുവ സംവിധായകൻ്റെയും ഒരു അഭിലാഷമായിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അത്തരമൊരു അവസരം വേണ്ടെന്ന് വയ്ക്കാനുള്ള ഒരു അവസ്ഥ ഒരിക്കലും എനിക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ഒന്ന് കേൾക്കണം, തിരക്കഥ കേട്ടിട്ട് നമുക്കത് എങ്ങനെ വേണമെന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു. செம்பகமே செவ பழகே சிலங்கு கட்டிய சிறு பழகே செந்தமிழ் மைமே சிறு செவ்வந்தி தேனே கண்ணாரு கண்ணாரு കൊണുക്കു കമ്മല്ലിട്ടണിഞ്ഞൊരുങ്ങടി കടക്കിലുക്കണ നട നടക്കടി ഒന്നു നിന്നാട്ടെ കണ്ണിൽ കണ്ണ് നട്ടോട്ടെ കണ്ണാറ് കണ്ണാറ്. അങ്ങനെ വിനോദ് ഗുരുവായൂരും ഞാനും കൂടെ പോയി ഒരു സ്ക്രിപ്റ്റ് കേട്ടു. അതായിരുന്നു ആദ്യം ടെഡ്കോയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ച സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ അവർ ആലോചിച്ച് വെച്ചിരുന്ന സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് നല്ല തിരക്കഥയാണ്, നല്ല സിനിമയായിരിക്കും തീർച്ചയായിട്ടും, ഒരു ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടൊരു വിഷയമായിരിക്കും. പക്ഷേ കൊമേഴ്സ്യലായി ആ സിനിമ എത്രത്തോളം നിലനിൽക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക ഞാൻ ലാലേട്ടനെ കണ്ടപ്പോൾ തന്നെ, അടുത്ത തവണ ഞാൻ ലാലേട്ടനെ കാണുന്നത് അന്ന് തിരുവനന്തപുരം വിസ്മയ സ്റ്റുഡിയോയിൽ ലാലേട്ടൻ്റെ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പകൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട്. ആ ലൊക്കേഷനിലാണ് ഞാൻ ലാലേട്ടനെ കാണുന്നത് ഈ സിനിമയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ വെച്ച് ലാലേട്ടനോട് ഞാൻ പറഞ്ഞു, ഈ ഇത്തരമൊരു സിനിമ നല്ല സിനിമയായിരിക്കും, പക്ഷേ കൊമേഴ്സ്യലായി എത്രത്തോളം അത് വയബിളാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ലാലേട്ടനുമായിട്ട് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അത് കൊമേഴ്സ്യലായി കൂടെ ഒരു വലിയ സക്സസ് ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു, ഓക്കെ വേണ്ട, നമുക്കിന്ന് വേറെ സബ്ജക്റ്റ് ആലോചിക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ വെച്ചാണ് സുരേഷ് ബാബുവിനെ കാണുന്നതും. സുരേഷ് ബാബു ഷിക്കാറിൻ്റെ കഥ, അങ്ങനൊരു കഥ ലാലേട്ടൻ നേരത്തെ കേട്ടിട്ടുണ്ട്, ഇത് ലാലേട്ടൻ വെച്ച് ആലോചിക്കാൻ പറ്റുമോ എന്നോട് പറയുന്നതും അവിടെ വെച്ചിട്ടാണ്. ഞാൻ ലാലേട്ടനോട് അപ്പം തന്നെ ഈ കഥയുടെ കാര്യം പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു, കഥ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കിഷ്ടമാണ്, നല്ല കഥയാണ്. പക്ഷേ അത് പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുമോ, രാജഗോപാൽ സാറിന് ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ലല്ലോ. രാജഗോപാൽ സാറ് മറ്റേ സ്ക്രിപ്റ്റ് കേട്ട് ഇഷ്ടപ്പെട്ട് തയ്യാറായി നിൽക്കുകയാണ്, അദ്ദേഹത്തിന് ഈ തിരക്കഥ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലോ. ഞാൻ പറഞ്ഞു, നമുക്ക് സംസാരിക്കാം, എനിക്കും ലാലേട്ടനും ഒക്കെ ആണെങ്കിൽ അദ്ദേഹത്തിനും സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ്റെ കൂടെ അനുവാദത്തോടു കൂടി ഞാനും സുരേഷും കൂടെ ചേർന്ന് ടെഡ്കോ രാജഗോപാൽ സാറുമായി ഈ കഥ പറയുന്നു. അദ്ദേഹത്തിനും വളരെ താല്പര്യമുണ്ടാവുന്നു. അങ്ങനെയാണ് ഷിക്കാർ എന്ന സിനിമ ജനിക്കുന്നത്. ആ മിണ്ടാപ്രാണിയെ കൊണ്ടാണോ നീ ഇത് ചോദിപ്പിക്കുന്നത്? ഒരു മര്യാദ കാണിച്ചൂടെ? അത് പിന്നെ അവൻ സമ്മതിക്കണ്ടായോ, എന്നെ കൊണ്ട് എടുപ്പിക്കണ്ടായോ, അല്ലയോടാ? പിന്നെ ചാക്ക് ചാക്ക് ചാക്ക്, സഞ്ചി, ട്യൂബ്, കന്നാസ്, മീ, അതും കൂടെ എടുക്കണോ ആ സഞ്ചി? മാസിന് മാസും ഇമോഷണൽ രംഗങ്ങളുമൊക്കെയായി ഒരു ജനപ്രിയ കഥാപാത്രം തന്നെയായിരുന്നു ലാലേട്ടന്റെ ബലരാമൻ എന്ന ക്യാരക്ടർ. ആദ്യം കുറെ ഡയലോഗ്, പിന്നെ അടി. കാണുന്നവർക്ക് ബോറടിച്ചു തുടങ്ങി, അതുകൊണ്ടൊന്ന് മാറ്റി. ആദ്യം അടി, പിന്നെ ഡയലോഗ്. ഷിക്കാർ എന്ന സിനിമയിൽ ബലരാമൻ എന്ന ഒരു കഥാപാത്രത്തെയാണ് ലാലേട്ടൻ അവതരിപ്പിച്ചത്. ഒരുപാട് അഭിനയ സാധ്യതകളുള്ള, ഒരുപാട് കയറ്റവും ഇറക്കങ്ങളുമുള്ള ഒരു ഗ്രാഫ് പല രീതിയിലായിട്ട് മാറി മാറി കിടക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു ആക്ഷൻ ഹീറോയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് അതിനകത്തുണ്ട്. അച്ഛനും മോളും തമ്മിലുള്ള വികാരനിർഭരമായ രംഗങ്ങളുണ്ട്.
മമ്മയ്ക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷമായി കാണുമല്ലേ? മനുവിനോട് പറയണ്ടേ? പോയി പറഞ്ഞിട്ടോ. ചെല്ലടാ, ചെല്ല. അതുപോലെ സമുദ്രക്കനി അവതരിപ്പിച്ച അബ്ദുള്ള എന്ന കഥാപാത്രത്തെ അയാളുടെ ഭൂതകാലത്ത് ലാലേട്ടൻ്റെ പോലീസുകാരൻ, ബലരാമൻ്റെ പോലീസുകാരനെ അറസ്റ്റ് ചെയ്യുന്നത്, അയാളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്തുള്ള അവർ തമ്മിലുള്ള ഒരു അടുപ്പത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, പിന്നീട് അയാളൊരു മരണത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയാതെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് എത്തിച്ചേരുന്നത്, അവിടെ വെച്ച് തൻ്റെ കൺമുന്നിൽ വെച്ച് നിരപരാധിയാണോ അപരാധിയാണോ എന്ന് തീരുമാനിക്കപ്പെടാത്തൊരു വ്യക്തി പോലീസ് ഫോഴ്സിൽ അയാൾ കൊല്ലപ്പെടുന്നത് തടയാനാവാതെ, എതിർക്കാനാവാതെ നിൽക്കേണ്ടി വരുന്ന അയാളുടെ നിസ്സഹായാവസ്ഥ, അങ്ങനെ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ അതിനകത്ത് ലാലേട്ടൻ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. സിനിമ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അത് വളരെയധികം ത്രില്ലുണ്ടാക്കുന്ന കാഴ്ചകളാണെങ്കിൽ പോലും ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ലളിതമായിട്ടാണ് അദ്ദേഹം ആ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്തത്. നമുക്ക് പോലും ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിൽ നമുക്ക് ലാലേട്ടൻ്റെ അഭിനയ പ്രതിഭയെ സംബന്ധിച്ച് അതൊന്നും വലിയ ചാലഞ്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല എന്ന് നമുക്ക് ബോധ്യമാവുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. സിനിമ കാണുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ ചാലഞ്ചാണ് ലാലേട്ടൻ ഏറ്റെടുത്തത് എന്ന് തോന്നാമെങ്കിൽ പോലും ലൊക്കേഷൻ വളരെയധികം ഫ്രീ ആയിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളോട് ഒരു സൗഹൃദത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ എന്ന വ്യക്തി ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു ഞൊടിയുടെ കൊണ്ട് കഥാപാത്രമായി മാറുന്ന ഒരു മാജിക്കൽ കാഴ്ച, ഒരു വിഷ്വൽ നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ്. അത്തരത്തിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമയ്ക്കകത്തുണ്ട്. നമ്മൾ ആദ്യം ഷൂട്ട് തുടങ്ങുന്നത് പോയംകുട്ടി, കോതമംഗലത്തിനടുത്ത് പോയംകുട്ടി എന്ന സ്ഥലത്താണ്. അതിനകത്തെ ഷൂട്ടിംഗ് അനുഭവം എന്ന് പറയുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിലെ എനിക്ക് വളരെയധികം എടുത്തു പറയാവുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത, എത്ര സിനിമകൾ നമ്മളിനി ജീവിതത്തിൽ ചെയ്താലും നമ്മുടെ മനസ്സിൽ എക്കാലവും സൂക്ഷിക്കാവുന്ന ഒരുപാട് അപൂർവ നിമിഷങ്ങൾ സമ്മാനിച്ചൊരു സിനിമയാണ് ശിഖാർ. പ്രേക്ഷകരുടെ ഫേവറേറ്റ് ജോഡിയായിരുന്നു മോഹൻലാൽ സ്നേഹ ജോഡി. തമിഴിലെ പ്രശസ്ത നായികയായിരുന്ന സ്നേഹയുടെ ലാലേട്ടനോടൊപ്പമുള്ള ആദ്യ സിനിമയായിരുന്നു ശിഖാർ. പറയാം. നമ്മുടെ മോള് ഡോക്ടറാവും. അവളുടെ ഇരിപ്പ് നോക്ക്. അമ്മയുടെ ചക്കര വാ. ബലരാമൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ കൂടെ ലാലേട്ടൻ്റെ ഭാര്യയായി ആ സിനിമയിൽ അഭിനയിച്ചത് സ്നേഹ എന്ന തമിഴിലെ ഏറ്റവും പ്രമുഖയായ നടിയാണ്. മലയാളത്തിൽ അതിന് മുമ്പോ അതിന് ശേഷമോ ഉണ്ടായിട്ടില്ലാത്ത ഒരു താരജോഡിയാണ് മോഹൻലാൽ സ്നേഹ എന്ന് പറയുന്നത്. വളരെയധികം വർക്കൗട്ടായ, മലയാളത്തിലെ പ്രേക്ഷകർ ഏറ്റവും അധികം ഏറ്റെടുത്ത, ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു താരജോഡി എന്ന് വേണമെങ്കിൽ പറയാം. മോളെന്താ സ്വപ്നം കണ്ട് ചിരിക്കണോ? അതെന്തായിരിക്കും? എന്താന്ന് പറയാൻ പറ്റില്ല.
പക്ഷേ ഈ സ്വപ്നം കണ്ടു തീരാൻ കുറേ സമയമെടുക്കും. അതുവരെ നമുക്കൊരു സ്വപ്നം കാണാം. ആ സിനിമയിൽ അവർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള അവരുടെ കഥ ആലോചിക്കുന്ന സമയത്ത് ഉള്ള എന്തടി എന്തടി പനങ്കിളി എന്ന് തുടങ്ങുന്ന ഒരു ഗാനരംഗമുണ്ട്. അത് ഞങ്ങൾ കമ്പോസ് ചെയ്തത്, ആ പാട്ട് കമ്പോസ് ചെയ്തത് ഷാർജയിൽ വെച്ചാണ്. ഈ സിനിമയുടെ നിർമ്മാതാവായ ടെഡ്കോ രാജഗോപാലിൻ്റെ നിർബന്ധപ്രകാരം നമ്മൾ ഷാർജയിൽ അദ്ദേഹത്തിന് വീടിനടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ വെച്ച് താമസിച്ചാണ് ഞങ്ങളെല്ലാവരും, ഞാനും തിരക്കഥാകൃത്ത് സുരേഷ് ബാബുവും ഞങ്ങളുടെ സംഗീത സംവിധായകനായ ജയചന്ദ്രനും ഗാനരചയിതാവായ ഗിരീഷ് പുത്തഞ്ചേരിയും ചേർന്ന് ഗാനങ്ങളെല്ലാം ചിട്ടപ്പെടുന്നത്. ആ പാട്ട് ചിട്ടപ്പെടുന്ന സമയത്ത് ഇതുപോലെ മോഹൻലാൽ സ്നേഹ എന്ന ഒരു താരജോഡിയാണ് ആ പാട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ എന്നോട് ജയേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ ആ ഒരു താരജോഡി എന്ന വാക്ക് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ആശയം തന്നെ ആ സിനിമയുടെ ഗാനം മനോഹരമായി ചിട്ടപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് ഒരുപാട് ഊർജ്ജം നൽകി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. തീർച്ചയായും ആ സിനിമയ്ക്കുടെ ഏറ്റവും മികച്ച പ്ലസ് പോയിൻറ്റുകളിൽ ഒന്ന് മോഹൻലാൽ സ്നേഹ എന്ന താരജോഡി തന്നെയായിരുന്നു എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുപോലെ തന്നെ സ്നേഹ എന്ന നടിയുടെ ഏറ്റവും മികച്ച മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു സിനിമ കൂടെയായിരുന്നു ശിക്കാർ. മികച്ച പ്രകടനം കാഴ്ചവെച്ച നടനായിരുന്നു തമിഴ് താരം സമുദ്രകനി. അദ്ദേഹത്തിന്റെ നെക്സലൈറ്റ് അബ്ദുള്ള എന്ന ക്യാരക്ടർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. Are you from the police? వద్దు ఆఫీసర్, నా చేతిలో ఏమీ ఆయుధాలు లేదు. మీరెందుకు గన్ తెచ్చారు? ഭയപ്പെടി പാറിപ്പോയ വ്യക്തി കാదు నేను. ശിക്കാർ എന്ന സിനിമയ്ക്ക് എന്നെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സിനിമയാണ്. മലയാളത്തിലെ പ്രേക്ഷകരെ സംബന്ധിച്ച് അവരും ഒരുപാട് പ്രത്യേകതകൾ കണ്ടെത്തിയ ഒരു സിനിമയാണ് ശിക്കാർ എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മികച്ച ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്നത് അതിൽ സമുദ്രക്കനി എന്ന് പറയുന്ന നടൻ്റെ പെർഫോമൻസാണ്. അദ്ദേഹം തമിഴിലെ ഏറ്റവും മികച്ച അഭിനയശേഷിയുള്ള, തമിഴിൽ അന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടനെ മലയാളത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റായ ഒരു ക്യാരക്ടറിന് വേണ്ടി എങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പറ്റി, എങ്ങനെ സമുദ്രക്കനി അതിലേക്ക് വന്നു എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേരല്ല, അതിനുശേഷം സമുദ്രക്കനി കുറേ സിനിമകളിൽ അഭിനയിച്ചു. ഞാനും സമുദ്രക്കനിയും കൂടെ മലയാളത്തിലൊരു സിനിമ സംവിധാനം ചെയ്തു, ആകാശമിട്ടായി എന്ന പേരിൽ. അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഇപ്പോഴും തുടരുന്നു. അന്ന് അദ്ദേഹം പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എന്നെ നിങ്ങളതിന് കാസ്റ്റ് ചെയ്തു? നിങ്ങൾ മലയാളിയാണോ? അതെ. എങ്ങനെ മനസ്സിലായി? മലയാളിയോട് തെലുങ്ക് എനിക്ക് നന്നായിട്ട് അറിയും. എൻ്റെ ഭാര്യയും മലയാളിയാണ്. അവൾ കുറച്ച് മലയാളം അറിയും എനക്കും. കല്യാണം കഴിഞ്ഞു. കുട്ടികൾ? ഒരു മകളുണ്ട്, ഗംഗ. ഗംഗ പുണ്യ നദിയുടെ പേര്. നിങ്ങൾക്കൊപ്പം മടങ്ങാൻ കഴിഞ്ഞാൽ ബലരാമൻ, നിന്റെ മോൾക്ക് ഞാനൊരു പാട്ടുണ്ടാക്കി തരാം. അതിനുമുമ്പ് സുബ്രഹ്മണ്യപുരം എന്നൊരു സിനിമയിൽ അദ്ദേഹം ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരുന്നു. സുബ്രഹ്മണ്യപുരം സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുകൂടെയായ ശശികുമാറാണ്. അതിൽ ചിറ്റപ്പ എന്ന് പറഞ്ഞ ഇളയച്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. ആ സിനിമ കണ്ട ശേഷം ഞാൻ സിനിമ കണ്ടിരുന്നു. ആ സിനിമ ഈ ശിക്കാറിൻ്റെ കാസ്റ്റിംഗ് ആലോചിക്കുന്നതിന് വളരെ മുമ്പ് കണ്ട സിനിമയാണ്. പക്ഷേ കാസ്റ്റിംഗ് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഈ അബ്ദുള്ള എന്ന് പറയുന്ന കഥാപാത്രം ഒരു മലയാളിയല്ല. അദ്ദേഹം ആന്ധ്രയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ആന്ധ്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു മാവോയിസ്റ്റാണ്. ആ ലുക്കുള്ള ഒരാൾ വേണം, ആ തീക്ഷ്ണതയുള്ള, ആ ഫയറുള്ള ഒരാൾ വേണം. അതേസമയം അദ്ദേഹം മലയാളി ആയിരിക്കരുത്, മലയാളവുമായി ഒരു അടുപ്പമുള്ള, മലയാളത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ ആലോചിച്ചപ്പോൾ എന്നോട് സമുദ്രക്കനിയുടെ കാര്യം ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നത് സുരേഷ് ബാബുവാണ്. ഈ ശിക്കാറിൻ്റെ തിരക്കഥാകൃത്തായ സുരേഷ് ബാബുവാണ് സമുദ്രക്കനിയുടെ കാര്യം പറയുന്നത്. നമ്മൾ ആദ്യം ചെയ്തത്, സുരേഷ് ബാബു നല്ല ആർട്ടിസ്റ്റാണ്, സുരേഷ് ബാബു നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അദ്ദേഹമാണ്
ഈ സമുദ്രക്കനിയുടെ ചിത്രം വെച്ചുകൊണ്ട് അബ്ദുള്ളയുടെ ഒരു കാരിക്കേച്ചർ വരച്ചുണ്ടാക്കുകയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് സമുദ്രക്കനിയെ കാണാനായി ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു. ചെന്നൈയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് സമുദ്രക്കനിയെ കാണുന്നത്. കനിയെ കണ്ട് ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയും ഈ സ്കെച്ച് അദ്ദേഹത്തെ കാണിച്ച് ഇതാണ് നമ്മുടെ കഥാപാത്രം, ഇങ്ങനെയായിരിക്കണം ഈ കഥാപാത്രത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുകയും ചെയ്തപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ സമുദ്രക്കനി ആ സിനിമ ചെയ്യാൻ സമ്മതിക്കുകയാണ് ചെയ്തത്. ప్రతిఘటించు ప్రతిఘటించు సత్యమై ప్రతిధ్వనించు విప్లవాగ్ని జ్వాలవై జ్వలించు సోదరా అవతరించు అవతరించు కథన వ్యూహమే రచించి ధనమదాంధ శక్తుల నిర్జించు సోదరా. എല്ലാം ഒരു നിമിത്തമാണ് എന്ന് വിശ്വസിക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സമുദ്രക്കനിയുടെ സുബ്രഹ്മണ്യപുരം എന്ന സിനിമ പോലും ശിക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു നിമിത്തമാണ് എന്നെനിക്ക് തോന്നുന്നു. സുബ്രഹ്മണ്യപുരം എന്ന സിനിമ ഇല്ലായിരുന്നെങ്കിൽ, അതിൽ ചിത്തപ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സമുദ്രക്കനി അവതരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ശിക്കാർ എന്ന സിനിമയിൽ അബ്ദുള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സമുദ്രക്കനി ക്ഷണിക്കപ്പെടുമായിരുന്നില്ല. അബ്ദുള്ള എന്ന കഥാപാത്രത്തെ ഇത്രയും മനോഹരമായി അവതരിപ്പിക്കാൻ വേറൊരു നടനും കഴിയുമായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പൂയംകുട്ടിയിൽ തുടങ്ങി കൊടൈക്കനാലിൽ അവസാനിക്കുന്ന കിടിലൻ ക്ലൈമാക്സ് സീക്വൻസുകളായിരുന്നു മൂവിയുടെ മറ്റൊരു ഹൈലൈറ്റ്. ശരിക്കും പറയുകയാണെങ്കിൽ പ്രേക്ഷകർ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് സീന് ആസ്വദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു മൂവി മേക്കിങ്ങിന്റെ സമയത്ത് ഒരുപാട് റിസ്കുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. സോ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ശിക്കാർ എന്ന സിനിമയുടെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസുകളായിരുന്നു. നമ്മൾ ആദ്യം ഷൂട്ട് തുടങ്ങിയ കോതമംഗലത്ത് തുടങ്ങി, പൂയംകുട്ടിയിൽ നിന്ന് തുടങ്ങി കൊടൈക്കനാലിലെ ഗുണ കേവ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ലൊക്കേഷനിൽ അവസാനിച്ച ഒരു സീക്വൻസാണത്. കഥ നടക്കുന്നത് പൂയംകുട്ടിയിൽ തന്നെയാണ്, കേരളത്തിൽ തന്നെയാണെങ്കിലും നമ്മളത് ഷൂട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ്. കൊടൈക്കനാലിലെ ഗുണ കേവ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുണ കേവ്സ് എന്ന് പറയുന്നത് കൊടൈക്കനാലിലെ ഏറ്റവും അധികം റിസ്ക്കുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ക്ലിഫാണ്, ഒരു കൊക്കയാണ്. ആ കൊക്കയ്ക്കകത്താണ് കമലഹാസൻ ഗുണ എന്ന സിനിമ ചെയ്തത്. ആ കഥാപാത്രം ആ സിനിമയ്ക്കകത്ത് ഒരുപാട് ഫുട്ടേജ്, ഒരുപാട് സമയം ഗുണ കേവ്സിനകത്താണ് ആ കഥാപാത്രം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഗുണ കേവ്സ് എന്ന രീതിയിൽ പ്രശസ്തമായൊരു സ്ഥലമാണ്. ആ ലൊക്കേഷൻ കാണാൻ ആദ്യം പോകുന്നത് ത്യാഗരാജൻ മാഷാണ്. നമ്മളിതുപോലെ ക്ലൈമാക്സിന് വേണ്ടി ഏറ്റവും അഡ്വഞ്ചറസ് ആയ ഒരു ലൊക്കേഷൻ കണ്ട് എത്തണമെന്ന് പറഞ്ഞപ്പോൾ ത്യാഗരാജൻ മാഷാണ്, സിനിമയുടെ ഫൈറ്റ് മാസ്റ്ററായ ത്യാഗരാജൻ മാഷാണ് ഇങ്ങനെ പല പല ലൊക്കേഷനുകൾക്ക് ഇറങ്ങി അവസാനം ഗുണ കേവ്സിലെത്തുന്നതും വളരെയധികം റിസ്ക് എടുത്തുകൊണ്ട് അതിനകത്തോ സഞ്ചരിച്ച് അതിനകത്ത് വീഡിയോ എടുത്ത് എന്നെ കൊണ്ടൊന്ന് കാണിച്ച് ഈ ലൊക്കേഷനായിരിക്കും നമുക്ക് ഈ ക്ലൈമാക്സിന് പറ്റിയ ലൊക്കേഷൻ എന്ന് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ആ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുന്നത് വളരെയധികം റിസ്ക്കായ ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ചും മോഹൻലാൽ എന്ന് പറയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു നടനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അത്തരം ഒരു റിസ്ക്കുള്ള ഏരിയ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ ത്യാഗരാജൻ മാഷാണ് പറഞ്ഞത് അത് ലാൽ ചെയ്യും, തീർച്ചയായും നമുക്കത് ലാലിനെ കൊണ്ട് ചെയ്യിക്കാം. കാരണം അദ്ദേഹം അത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു ഫൈറ്റ് സീക്വൻസുകൾ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം മനോഹരമായി, എത്രത്തോളം റിസ്ക് എടുത്തുകൊണ്ട് മനോഹരമായി ചെയ്യാൻ കഴിയും അത്രത്തോളം മനോഹരമാക്കാൻ കഴിവുള്ള, അതിനാഗ്രഹമുള്ള, അതിനുള്ള വിൽ പവറുള്ള വ്യക്തിയാണ് മോഹൻലാൽ എന്ന് ത്യാഗരാജൻ മാഷ് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ്. അങ്ങനെ ലാലേട്ടനെ വെച്ച് ഞങ്ങൾ ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊടൈക്കനാലിൽ എത്തുകയും നമ്മൾ മനസ്സിൽ കണ്ടതിനേക്കാൾ വളരെയധികം മനോഹരമായി. ഒരുപാട് റിസ്ക്കുകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഗുണ കേവ്സ് എന്ന് പറയുന്ന സ്ഥലം സമതലത്തിൽ നിന്നും ഒരുപാട് താഴെയാണ്. ഒരു കയർ കെട്ടിയ താഴോട്ട് ഇറങ്ങാൻ പറ്റൂ. ഓരോരുത്തരായിട്ട് കയർ കെട്ടി രാവിലെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് കയറി വരുന്നവരെ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ പോലുള്ള സാധനങ്ങളല്ലാതെ മറ്റൊരു ഭക്ഷണം പോലും കഴിക്കാൻ സാധ്യമല്ല ഇവിടെ. അതുമല്ല ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളാണ്. ഒരു ചെറിയ ഒരു അബദ്ധം പറ്റിയാൽ പോലും
300-400 അടി താഴേക്ക് വീണു പോകാവുന്ന അത്രയും റിസ്ക്കുള്ള ഏരിയയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വളരെയധികം റിസ്ക് എടുത്തുകൊണ്ട് പക്ഷേ ഏറ്റവും അധികം മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഫൈറ്റ് സീക്വൻസുകളിൽ അഭിനയിച്ചത്. മലയാള സിനിമയിലെ ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും നല്ല ഫൈറ്റ് സീക്വൻസുകളുള്ള സിനിമകളിൽ ഒന്ന് തീർച്ചയായും ശിക്കാറാണ്. അതിൻ്റെ കാരണം ഞാൻ ഏറ്റവും അധികം അതിനുവേണ്ടി കടപ്പെട്ടിരിക്കുന്നത് ഒന്ന് ലാലേട്ടനോടാണ്, മറ്റൊന്ന് അതിൻ്റെ ഫൈറ്റ് മാസ്റ്ററായ അതിനുവേണ്ടി ഈ സംഘടനകൾ സംവിധാനം ചെയ്ത ത്യാഗരായ മാഷിനോടാണ്. ഷൂട്ടിംഗ് സമയത്തെ ലാലേട്ടനുമൊത്തുള്ള രസകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഡയറക്ടർ. മോഹൻലാൽ എന്ന നടനെ നമ്മൾ സിനിമയിലൂടെ കാണാൻ കഴിയുമ്പോൾ തന്നെ, തിരശ്ശീലയിലൂടെ കാണാൻ കഴിയുമ്പോൾ തന്നെ മോഹൻലാൽ എന്ന വ്യക്തിയെ നമ്മൾക്ക് പലപ്പോഴും തിരിച്ചറിയാനാവുന്നത് സിനിമ ലൊക്കേഷനുകളിലാണ്. അത് ലൊക്കേഷനുകളിലെ പുറത്തുനിന്ന് സിനിമ ലൊക്കേഷൻ ഷൂട്ട് കാണുന്ന ആളുകളല്ല, അദ്ദേഹത്തോടൊപ്പം അടുത്ത് പ്രവർത്തിക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾക്കാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഏറ്റവും നന്നായി അടുത്ത് പരിചയപ്പെടാനും അറിയാനും കഴിയുന്നത്. അത്തരത്തിൽ അറിയാൻ കഴിഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ശിക്കാർ എന്ന സിനിമയുടെ സമയത്ത് എനിക്കുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പല കാര്യങ്ങളും ഉണ്ടായത് ഞങ്ങൾ പോയംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്തപ്പോഴാണ്. അതായത് കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പോയംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് റോഡ് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കാട്ടിലൂടെ 4 വീൽ ഡ്രൈവുള്ള ജീപ്പിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെയും മണിക്കൂറുകൾ നടന്നാലേ ഈ പല ലൊക്കേഷനുകൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നുള്ളൂ. ലാലേട്ടൻ സിനിമയിലേക്കകത്ത് ജോയിൻ ചെയ്യുന്ന ആദ്യ ദിവസം തന്നെ അത്തരമൊരു ലൊക്കേഷനാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാനായി തിരഞ്ഞെടുത്തത്. സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്ത് പരിചയമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാമായിരുന്നെങ്കിൽ പോലും ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിനെ സംബന്ധിച്ച് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ആദ്യമായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുന്ന ദിവസം കാട്ടിനകത്ത് വന്നിറങ്ങി ഇത്രയും ദൂരം ജീപ്പിൽ ട്രാവൽ ചെയ്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും ദൂരം ഏതാണ്ട് ഒരു 40 മിനിറ്റോളം കാട്ടിലൂടെ നടന്ന് വേണം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തെത്താൻ. അത് പറയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് റിയാക്ഷൻ എന്തായിരിക്കും? ഇവിടെ തന്നെ വേണമായിരുന്നോ ലൊക്കേഷൻ? ഇത്രയും കഷ്ടപ്പെടുത്തണമായിരുന്നോ എന്നെ എന്നൊരു ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവില്ലെന്ന് അറിയാമായിരുന്നെങ്കിൽ പോലും ഒരു സംവിധായകൻ എന്ന നിലയിൽ ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ ദിവസം തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ ഷൂട്ടിൽ ഞങ്ങളോടൊപ്പം പങ്കുകൊണ്ടു. ഞങ്ങൾ ഒട്ടും ആവേശം കുറയാതെ ഞങ്ങളെ മുഴുവൻ കൂടുതൽ ആവേശത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം ആ സീൻ നന്നായി തന്നെ അവതരിപ്പിച്ചു. അതിൻ്റെ ഒരു സന്തോഷം ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ പോയംകുട്ടിക്കകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല സമയത്തും ഉണ്ടായ അനുഭവങ്ങൾ, ഈ കാട്ടിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും കെയർ ചെയ്യുന്നതിൽ നമ്മുടെ കൂടെയുള്ള ജോലി ചെയ്യുന്ന യൂണിറ്റ് ബോയ്സ് ആയാലും പ്രൊഡക്ഷൻ ബോയ്സ് ആയാലും സംവിധായകനായ ഞാനായാലും ഞങ്ങളെല്ലാം സൂക്ഷിച്ച് എന്ന് പറഞ്ഞ് കെയർ ചെയ്യുന്ന മോഹൻലാൽ എന്ന വ്യക്തിയെ നമുക്ക് ഏറ്റവും അടുത്തറിയാൻ, അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ഹൃദയ വിശാലത ഏറ്റവും അധികം അടുത്തറിയാൻ കഴിഞ്ഞ സിനിമകളിൽ ഒന്നാണ് ശിക്കാർ. ചിത്രത്തിലെ ഗാനങ്ങളൊക്കെ തന്നെ എടുത്തു പറയേണ്ടവയാണ്. എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് എന്നടി എന്നടി പനങ്കിളി എന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ്. എന്തടി എന്തടി പനങ്കിളിയെ നിന്റെ ചുണ്ടത്തെ ചുണ്ടപ്പൂ ചോന്നതെന്തേ? കണ്ണാടിയിൽ നിന്റെ കൺപീലിയിൽ കള്ളക്കരിമഷി എഴുതിയതാരാണ്? ടെഡ്കോ ഫിലിംസിന്റെ ബാനറിൽ ടെഡ്കോ രാജഗോപാലാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമ എത്രത്തോളം ആത്മസംതൃപ്തി നൽകിയതാണ് എന്ന് പറഞ്ഞാലും
അത് തിയേറ്ററിലെത്തുമ്പോൾ പ്രേക്ഷകരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം തന്നെയാണ് അയാളെ സംബന്ധിച്ച് ഒരു വിജയത്തിൻ്റെ അളവുകൾ തീരുമാനിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്ന് നല്ല നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവുക, പ്രേക്ഷകർ അതിനെ ആവേശത്തോടെ സ്വീകരിക്കുക, ആ ആവേശം നമുക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സംവിധായകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആത്മനിർവൃത്തി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഓടിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഓടാത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രേക്ഷകരുമായി എനിക്ക് ഏറ്റവും അധികം അടുത്ത് സംവദിക്കാൻ കഴിഞ്ഞ, പ്രേക്ഷകരുടെ ആഹ്ലാദം, അവരുടെ അനിർവചനീയമായ അവരുടെ ആഹ്ലാദം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഷിക്കാർ എന്ന സിനിമയുടെ റിലീസ് സമയത്താണ്. ബോക്സ് ഓഫീസിൽ മികച്ച വിജയം തന്നെയാണ് ഷിക്കാർ നേടിയത്. 2009-ലും 2010 തുടക്കത്തിലും ഒക്കെ ഇറങ്ങിയിട്ടുള്ള മോഹൻലാൽ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കുറച്ച് നിരാശ നൽകിയെങ്കിലും പ്രേക്ഷകരുടെ ആ ഒരു നിരാശയെ മറച്ചു കിട്ടുന്ന രീതിയിലായിരുന്നു ഷിക്കാറിൻ്റെ വിജയം. ഷിക്കാർ എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഞാനത് കാണുന്നത് തൃശ്ശൂർ കൈരളി തിയേറ്ററിൽ വെച്ചിട്ടാണ്. ഞാനും അതിൻ്റെ നിർമ്മാതാവും അതിൻ്റെ പ്രധാനപ്പെട്ട ക്രൂ എല്ലാവരും ഒന്നിച്ച് ചേർന്നാണ് ആ സിനിമ കാണുന്നത്. ആ സിനിമ ഒരു വിജയമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം മോഹൻലാൽ എന്ന നടൻ്റെ മലയാള സിനിമയിലെ, മലയാളത്തിലെ ഏറ്റവും വലിയ ഫാൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവ് കൂടിയായ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള ആൻ്റണി പെരുമ്പാവൂരാണ്. അദ്ദേഹമാണ് മോഹൻലാൽ എന്ന നടൻ്റെ ഏറ്റവും വലിയ ഫാൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സിനിമ റിലീസിന് മുമ്പ് ആ സിനിമ കണ്ട ആൻ്റണി പെരുമ്പാവൂർ എന്ന വ്യക്തി, അല്ലെങ്കിൽ എന്ന നിർമ്മാതാവ്, എന്ന സിനിമയുടെ പൾസ് അറിയാവുന്ന ആൾ വളരെയധികം ഹാപ്പി ആയിരുന്നു. അദ്ദേഹം ആ സിനിമ ഇതൊരു ഹിറ്റാണ്, നല്ല സിനിമയാണ് എന്ന് പറഞ്ഞു എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. ആ ബലത്തിലാണ് സിനിമ റിലീസിൻ്റെ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കാണാൻ ഞങ്ങൾ തീരുമാനിച്ചത്. തീർച്ചയായും തിയേറ്ററിൽ സിനിമ പ്രേക്ഷകരുടെ ഓരോരോ റിയാക്ഷനുകളും, സിനിമയുടെ ഓരോരോ മുന്നോട്ടുള്ള ഗതിയിലുള്ള പ്രേക്ഷകരുടെ ഓരോരോ റിയാക്ഷനും ഞങ്ങൾ നേരിട്ട് കണ്ടു, നേരിട്ട് അനുഭവിച്ചു. അതിൻ്റെ ആഹ്ലാദം, അതിൻ്റെ നമുക്കൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭൂതിയായിരുന്നു അതെന്ന് തന്നെ പറയാം. ആ സിനിമ കഴിഞ്ഞ്, സിനിമ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാനടക്കമുള്ള ക്രൂവിന്, എൻ്റെ നിർമ്മാതാവിനും എനിക്കടക്കം കിട്ടിയ ഒരു സ്വീകരണം, പ്രേക്ഷകരിൽ നിന്നും കിട്ടിയ സ്വീകരണം, അത് മോഹൻലാൽ ഫാൻസ് മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ സകലമാന പ്രേക്ഷകരും, അതായത് അതിൽ മമ്മൂക്കയുടെ ഫാൻസ് ഉണ്ടാവാം, മോഹൻലാൽ ഫാൻസ് ഉണ്ടാവാം, ദിലീപ് ഫാൻസ് ഉണ്ടാവാം, പൃഥ്വിരാജ് ഫാൻസ് ഉണ്ടാവാം. സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരേ മനസ്സോടെ കൈനീട്ടി ആ സിനിമ സ്വീകരിച്ചു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം വിലമതിക്കാനാവാത്ത ഒരു അനുഭവമാണ്. കൊല്ലരുത്, 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 ഇവനെ കൊല്ലരുത്, ഇവനെ കൊല്ലരുത്. പഴയ തെറ്റുകൾ ഇനി നമ്മൾ ആവർത്തിച്ചുകൂടാ. കൊല്ലുകയല്ല നിയമപാലനം. വഴിതെറ്റി കാട് കയറിയ ചാവേറുകളെ ആയുധം കളയിച്ച് തിരിച്ചു വിളിക്കാൻ നമുക്ക് മുന്നിൽ ഇവനുണ്ടാകണം സാർ. നക്സലുകൾ സ്നേഹിതരാകുന്ന കാലത്തിലേക്ക് ഇവന്റെ കൈപിടിച്ച് വേണം നമുക്ക് നടക്കാൻ. കൊല്ലരുത്. അതിനുശേഷം നമ്മൾ തൃശ്ശൂർ സിനിമ കണ്ടതിന് ശേഷം എറണാകുളത്ത് വെച്ച് സിനിമ വീണ്ടും കണ്ടു, ട്രിവാൻഡ്രത്ത് പോയി കണ്ടു, കോട്ടയത്ത് കണ്ടു. അങ്ങനെ പല തിയേറ്ററുകളിലും ഞങ്ങൾ പ്രേക്ഷകരുടെ ഈ റിയാക്ഷൻ നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയുണ്ടായി. ഓരോ തിയേറ്ററും ഞങ്ങൾക്ക് നൽകിയ ഒരു ഊർജ്ജം, അതായത് ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ സിനിമാ യാത്രകളിൽ ആ ഊർജ്ജം എത്രത്തോളം ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പിന്നെയുള്ള ഏറ്റവും വലിയ കാര്യം. ആ ഊർജ്ജമാണ് നമുക്ക് അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ഓരോ യാത്രയ്ക്കുമുള്ള കരുത്ത് നൽകുന്നത് എന്ന് നിസ്സംശയം പറയാം. അത്തരത്തിൽ എനിക്ക് വളരെയധികം ഊർജ്ജവും കരുത്തും സ്നേഹവും ലഭിച്ച ഒരു സിനിമ തന്നെയാണ് ഷിക്കാർ. ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതല്ലേ? ഒരു പഴയ പോലീസുകാരന്റെ വിലാപമാണ് സാർ. കൊല്ലരുത്. ഇന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ കഥ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. സോ ഷിക്കാർ എന്ന മൂവിയുടെ വിജയവിശേഷങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യാം. ഓൾസോ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ്, കമൻറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ദിസ് ഈസ് മീ മേഘ. ഐ ആം സൈനിങ് ഓഫ്.